ദേവസ്വം ബോർഡ് മകരവിളക്ക് തെളിയിക്കുന്നത് ആചാര ലംഘനമാണെന്ന് ഐക്യ മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി പി.കെ. സജീവ്. മകരവിളക്ക് ദിവസം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരമാണ്. മകരവിളക്ക് തൊഴാനായി ജനലക്ഷങ്ങളാണ് ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. മകരവിളക്ക് ദിവസമായ ഇന്ന് 10,000 കുടുംബങ്ങൾ അവകാശ പുനഃസ്ഥാപന ദീപം തെളിയിക്കും. മലയരയ വിഭാഗത്തിൽ നിന്ന് പൊന്നമ്പലമേട്ടിൽ അവസാന ദീപം തെളിയിച്ചത് പുത്തൻ വീട്ടിൽ കുഞ്ഞൻ എന്നയാളാണ്. ഉടുമ്പാല മലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെടാവിളക്കിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മരുമകളായ രാജമ്മ അയ്യപ്പന്റെ കുടുംബത്തിലേക്ക് പി.കെ. സജീവ് ആദ്യ ദീപം പകർന്നു നൽകും. 1950 വരെ മലയരയന്മാരുടെ അവകാശമായിരുന്നു മകരവിളക്ക്. അത് ദേവസ്വം ബോർഡ് കൈവശം വെച്ചിരിക്കുന്നത് ആചാര ലംഘനമാണ്. 1950 ശേഷം ഞങ്ങൾക്ക് പൊന്നമ്പലമേട്ടിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. മുൻപ് ദീപവുമായി ചെന്നപ്പോൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു. അന്നത്തെ ദീപം കെടാവിളക്കായി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. മലയരയരുടെ അവകാശങ്ങൾ തിരിച്ചു നൽകണമെന്നും പി.കെ. സജീവ് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിന്റെ അവകാശത്തിന് പുറമെ അയ്യപ്പ വിഗ്രഹത്തിൽ തേൻ അഭിഷേകം ഉൾപ്പെടെയുള്ള പൂജാകർമ്മങ്ങൾ നടത്താനും അനുമതി വേണമെന്നാണ് മലയരയരുടെ ആവശ്യം. 6 പതിറ്റാണ്ടായി സർക്കാരിന് മുന്നിൽ ഐക്യ മലയരയ മഹാസഭ ഈ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനവുമായി എത്തുന്നുണ്ട്. അയ്യപ്പൻ മലയരയനാണെന്ന് വാദിക്കുന്ന സഭ ശബരിമലയുടെ അവകാശം ബ്രാഹ്മണ സമൂഹം തട്ടിയെടുത്തതാണെന്നും ആരോപിക്കുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അവകാശം ഉറപ്പിക്കാൻ നിയമ പോരാട്ടത്തിനും മലയരയർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനു മുന്നോടിയായാണ് ഒരുമയുടെ സന്ദേശം പകർന്ന് 10,000 മലയരയ കുടുംബങ്ങളിൽ മകരവിളക്ക് ദിനത്തിൽ ദീപങ്ങൾ തെളിയിക്കുന്നത്. മലയരയ സഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. 1949 വരെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചിരുന്നത് മലയരയരാണെന്നാണ് വാദം. ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടെ ഇത് നഷ്ടമായി. ഇതോടൊപ്പം നിരവധി ക്ഷേത്രങ്ങളിലും മലയരയർക്ക് അവകാശം നഷ്ടമായി. ഇതെല്ലാം വീണ്ടെടുക്കുകയാണ് ഐക്യ മലയരയ മഹാസഭയുടെ ലക്ഷ്യം. ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിന് നടയടയ്ക്കുന്നത് അയിത്താചരണത്തിന്റെ പുതിയ മുഖമാണെന്ന് പി.കെ. സജീവ് അഭിപ്രായപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങളെ കാണുന്നത് തന്നെ അശുദ്ധമാണെന്ന് കരുതിയവർ അയിത്താചരണം നടത്തിയിരുന്നു. അതുപോലെയാണ് യുവതികൾ കയറിയതിൽ തന്ത്രി സ്വീകരിച്ച നടപടി. അയിത്തം എന്ന ദുരാചാരത്തിന്റെ മറ്റൊരു മുഖമാണ് ഇതെന്നും സജീവ് പറഞ്ഞു. താഴ്ന്ന ജാതിക്കാരുടെ കയ്യിൽ നിന്നും മേൽജാതിക്കാർ പിടിച്ചെടുത്ത ക്ഷേത്രമാണ് ശബരിമല. അവിടെ യുവതികൾ പ്രവേശിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നു. സർക്കാരിന് നവോത്ഥാന സംഘടനകളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും സജീവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.